നിധിനയും അഭിഷേകും ഏറ്റവും ഒടുവിലത്തെ ദുരന്തദ്വയം. പാലായിൽ പ്രണയപ്പകയാൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയും കൊല ചെയ്ത ചെറുപ്പക്കാരനും. ഓരോ ദിവസവും കഥകൾ മാറുന്നു. കൃത്യം ചെയ്ത ചെറുപ്പക്കാരനെ കുറിച്ച് ദിനേന പുതിയ വെളിപ്പെടുത്തലുകൾ. 22കാരന്റെ രാക്ഷസീയതയെക്കുറിച്ച്. ഇത്തരം സംഭവങ്ങളിലെല്ലാം പൊതുവായ ഒന്നുണ്ട്. തങ്ങൾ അറിയുന്ന ചെറുപ്പക്കാരെ കുറിച്ചുള്ള വാർത്തകൾ നാട്ടുകാർക്ക് അവിശ്വസനീയമാണെന്നത്. സമൂഹം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഇതുതന്നെ. പല സംഭവങ്ങളിലും ആ പെൺകുട്ടി, ആ ചെറുപ്പക്കാരൻ ഇങ്ങനെയാകുമെന്ന് വിശ്വസിക്കാനേ ആർക്കും കഴിയുന്നില്ല എന്നത്. അഥവാ ഒരിക്കലും പ്രതീക്ഷിക്കാത്തവർ പോലും പെട്ടുപോകുന്ന സമീപകാല മഹാദുരന്തമായി പ്രണയ വിപത്ത് മാറിയിരിക്കുന്നു. പരസ്പരം ആകർഷണ ബന്ധത്തിലായ രണ്ടുപേരിൽ ഒരാൾ ബന്ധം വിട്ടാൽ, അല്ലെങ്കിൽ പുറകെ നടന്നു ശല്യപ്പെടുത്തിയിട്ടും അനുഭാവം കാട്ടാതിരുന്നാലൊക്കെ പെൺകുട്ടിക്ക് വധശിക്ഷ വിധിക്കുകയാണ് മോഹഭ്രാന്ത് പിടിപ്പെട്ട ചെറുപ്പക്കാർ. എന്തുകൊണ്ടാണിങ്ങനെ? ആരാണ് ഇതിന് ഉത്തരവാദി? പാലായിലെ സംഭവത്തിൽ കട്ടർ ബ്ലേഡ് കൊണ്ട് ഒരിക്കലും ജീവൻ രക്ഷപ്പെടാത്ത വിധം ഒരു ഇളം പെൺകുട്ടിയുടെ കഴുത്ത് പാടെ മുറിച്ച പൈശാചികതയ്ക്ക് ആ ചെറുപ്പക്കാരനെ വാ തോരാതെ സമൂഹത്തിന് പഴിക്കാം. അല്ലെങ്കിൽ പെൺകുട്ടി അതിന് കാരണമുണ്ടാക്കി എന്നൊരു മറുപക്ഷം ചമച്ച് ആ കുട്ടിയെയും പഴിക്കാം. പക്ഷേ അത് എന്തിനെങ്കിലും ഉത്തരമോ പരിഹാരമോ ആകുമോ? സത്യത്തിൽ ആരെയാണ് പഴിക്കേണ്ടത്? സംഭവങ്ങളിൽ ഉൾപ്പെട്ട വ്യക്തികളെ മാത്രം പഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. മറ്റൊരു ദുരന്തം ഒഴിവാക്കാൻ ആ പഴിക്കൽ സഹായിക്കുന്നുമില്ല. പാകമല്ലാത്ത ശാരീരിക മോഹത്തെ, വൈയക്തിക ആകർഷണത്തെ പ്രണയമായി അംഗീകരിച്ചും വാഴ്ത്തിയും ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന സമൂഹത്തിന്റെ ഉത്തരവാദിത്തം വളരെ വലുതാണ്. ഈ തെറ്റ് ചെയ്യുന്നതിൽ സിനിമകൾക്ക് വലിയ പങ്കുണ്ട്. കച്ചവട വിജയം മാത്രം ലക്ഷ്യമിട്ട് പ്രണയമെന്ന് തോന്നുന്ന മോഹവികാരത്തെ അവ ഉയർത്തിക്കാട്ടുന്നു. പിടിച്ചെടുക്കുന്ന സ്നേഹമാണ് പ്രണയമെന്ന തെറ്റായ സന്ദേശമാണ് പല സിനിമകളും നൽകുന്നത്. അതുപോലെ പെൺകുട്ടിയോട് കണക്കു തീർക്കേണ്ടത് അവളെ ശാരീരികമായി ആക്രമിച്ചുകൊണ്ട് തന്നെയാകണമെന്ന കിരാതപാഠവും സിനിമകൾ തന്നെ നൽകുന്നു. സ്നേഹം ഭ്രാന്തല്ലെന്നും ഭ്രാന്തിന് സ്നേഹമാകാൻ കഴിയില്ലെന്നും പറയുന്ന ചലച്ചിത്രവാക്യങ്ങളല്ല അവരെ സ്വാധീനിക്കുന്നത്. മറിച്ച് നീ മോഹിച്ച പെണ്ണ് നിന്റേതാണ്, അവളെ ആർക്കും വിട്ടുകൊടുക്കരുത് എന്ന തട്ടിയെടുക്കൽ ഡയലോഗുകളാണ് അവരെ എളുപ്പം പിടികൂടുന്നത്. ഇഷ്ടമില്ലാത്തവരുടെ പുറകെ ശല്യമായി നടന്നാൽ അവർ സ്വന്തമാകുമെന്ന സന്ദേശവും ഇത്തരം സിനിമകൾ നൽകുന്നു. സിനിമകൾക്ക് മാത്രമല്ല ഉത്തരവാദിത്തം. തങ്ങൾ പരിഷ്കാരികളാണെന്ന ഭാവം നിമിത്തം കുട്ടികളുടെ സൗഹൃദങ്ങളെല്ലാം ശരിവെക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ പോലുമോ ചെയ്യുന്ന മാതാപിതാക്കളുണ്ട്. മക്കളുടെ ആത്മാക്കളെ പണയം വെക്കുന്ന ദുരന്തമാണെന്നത് അവർ അറിയുന്നില്ല. ഇതുവരെ കണ്ട സംഭവങ്ങൾ കണക്കിലെടുക്കുമ്പോൾ പൊതുവെ ഒരു നിഗമനത്തിലെത്താം. ഇരകളാക്കപ്പെടുന്നത് മിക്കവാറും പെൺകുട്ടികൾ തന്നെയാണ്. അതിനാൽ പെൺകുട്ടികൾ വലിയ ജാഗ്രത പാലിച്ചാൽ ദുരന്തങ്ങൾ പരമാവധി ഒഴിവാക്കാൻ കഴിഞ്ഞേക്കാം. പെൺകുട്ടികൾ കരുതൽ കാട്ടണമെന്ന് പറഞ്ഞാൽ സ്ത്രീ സ്വാതന്ത്ര്യവാദികൾ എവിടെയും തലപൊക്കും. പെൺകുട്ടികളെ മാത്രം കുറ്റക്കാരെന്ന് ആക്ഷേപിച്ചു എന്ന് തുടങ്ങിയ വിമർശനങ്ങളാകും തുടർന്നവർ ഉയർത്തുക. എന്നാൽ കുഴപ്പമുണ്ടാക്കുന്നത് മനോഭാഗമെത്താത്ത യുവാക്കളാണെന്നിരിക്കെ അത്തരക്കാർ അപകടകാരികളാകാൻ നിരവധി സാധ്യതകളുണ്ടെന്നിരിക്കെ പെൺകുട്ടികളുടെ കരുതലിനെ നിശ്ചയമായും തങ്ങളെ തന്നെ പരമാവധി സുരക്ഷിതരാക്കാൻ കഴിയും. അവരാ പാഠം അംഗീകരിക്കുകയും പാലിക്കുകയും ചെയ്യണം. പെൺകുട്ടികൾ എന്താണ് അറിയേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്? അപക്വപ്രായത്തിലെ ഇഷ്ടവും ആകർഷണവും യഥാർത്ഥ സ്നേഹമല്ല എന്ന വസ്തുത അവർ നിർബന്ധമായും ഉൾക്കൊള്ളണം. അപാകപ്രായം എന്നത് കൗമാരപ്രായം മാത്രമല്ല. 20 കഴിഞ്ഞവരുടെ പ്രണയ പകയും ക്രൂരതകളുമാണ് കേരളത്തിൽ നിരവധി പെൺകുട്ടികളുടെ ജീവനെടുത്തത്. പ്രണയത്തിലെ നിരാശയും അസൂയയും മാരക വികാരങ്ങളായി ആനപ്പകയെ തോൽപ്പിക്കുന്ന പകയായും വിദ്വേഷമായും മാറുമെന്ന് പെൺകുട്ടികൾ സദാ ഓർമ്മിക്കണം. പ്രണയം നിരസിക്കപ്പെടുന്നവരും പ്രണയവഞ്ചനയ്ക്ക് ഇരയാകുന്നവരും പെൺകുഞ്ഞുങ്ങളുടെ ഘോരാന്തകന്മാരായി മാറുന്നതാണിപ്പോൾ നാടിന് നടക്കുന്ന കാഴ്ച.
പ്രണയ പങ്കാളി തന്നെ തള്ളി പറയുകയും മറ്റൊരാളെ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്ന തോന്നൽ സൃഷ്ടിക്കുന്ന അസൂയയ്ക്ക് അതിരില്ല. മോഹിച്ചയാൾ തനിക്ക് പകരം മറ്റൊരാളെ സ്നേഹിക്കുന്നതോ ആ വ്യക്തിക്കൊപ്പം ജീവിക്കുന്നതോ സമ്മതിച്ചു കൊടുക്കാൻ കഴിയാത്തത്ര വലുതാണ് തിരസ്കരിക്കപ്പെടുന്നവരുടെ അസൂയയും നഷ്ടബോധവും നൈരാശ്യവും. അത് സൃഷ്ടിക്കുന്ന കൊടും പക എത്ര വലിയ പൈശാചികതയ്ക്കും പ്രേരണയാകാം. മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഇതാണ്: പ്രണയം എന്നത് യഥാർത്ഥ സ്നേഹമല്ലാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. വിവാഹ ജീവിതം ആലോചിക്കാൻ പ്രായമാകുന്നതിന് മുമ്പുള്ള ഈ സ്നേഹപ്രകടനം അഥവാ പ്രണയം യഥാർത്ഥ സ്നേഹമല്ലെന്ന് പെൺകുട്ടികൾ നിശ്ചയമായും ഓർമ്മയിൽ വെക്കണം. ആൺകുട്ടിയുടെ മാത്രമല്ല, തങ്ങളുടെയും ഇത്തരം ഇഷ്ടങ്ങൾ യഥാർത്ഥ സ്നേഹമല്ലെന്ന് അവർക്ക് സ്വന്തം അന്തരംഗം പരിശോധിച്ചാൽ മനസ്സിലാകും. അത്തരം ബന്ധങ്ങളും അവയുടെ തകർച്ചയും രണ്ടു വ്യക്തികളെയല്ല, രണ്ട് കുടുംബങ്ങളെ തന്നെയാണ് ദുരന്തത്തിലേക്ക് തള്ളുന്നത്. സ്വന്തം ഇഷ്ടവും രസവും മാത്രം മുൻനിർത്തിയുള്ള എല്ലാ കൂട്ടുകെട്ടും എപ്പോൾ വേണമെങ്കിലും വ്യക്തിയെ തളർത്തുകയോ തകർക്കുകയോ ചെയ്യുന്ന പരാജയമാകാം. പകയിലിരിക്കുന്ന ദുരന്തങ്ങൾക്ക് കാരണമാകാം. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പ്രണയമോ അനുഭവമോ ഇല്ലാത്ത നിഷ്കളങ്കരായ പെൺകുട്ടികളും ദുർമോഹം ബാധിച്ചവർക്ക് ഇരയാകാമെന്നതാണ്. അത്തരം പല സംഭവങ്ങളും സമൂഹം കണ്ടു കഴിഞ്ഞു. അകാല പ്രണയത്തിൽ നിന്ന് കണ്ണടച്ച് ഒഴിഞ്ഞു നിൽക്കുക എന്ന കർശന പാഠം ആൺകുട്ടികളും പെൺകുട്ടികളും സ്വയം പഠിപ്പിച്ചാൽ നന്ന്. പെൺകുട്ടികൾക്ക് മാത്രമല്ല ഇത് ആവശ്യമാകുന്നത്. നിരാശയിലും വ്യക്തിത്വ തകർച്ചയിലും പെട്ടുപോകാതിരിക്കാൻ ആൺകുട്ടികൾക്കും വേണം ഇതേ ജാഗ്രത. പെൺകുട്ടികളെ കാത്തു വേറെയും കെണികളുള്ള കാലമാണിതെന്ന് ഓർക്കുക. വശീകരിച്ചും മയക്കുമരുന്ന് പ്രയോഗിച്ചും ചതിയിൽപ്പെടുത്തിയും അവരെ വരുതിയിലാക്കാൻ ആസൂത്രിതമായി പ്രവർത്തിക്കുന്നവരുണ്ട്. ജാഗ്രത അവിടെയും അവരെ രക്ഷിക്കും. പ്രണയത്തിലേക്ക് കാൽ വെക്കാൻ പ്രലോഭനം തോന്നുന്ന നിമിഷം അവർ പ്രണയ ദുരന്തങ്ങളെക്കുറിച്ച് പലവട്ടം ചിന്തിച്ചെങ്കിൽ കാലെടുത്തു വെക്കും മുമ്പ് അവർ പലവട്ടം ആലോചിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. പ്രണയക്കെണിയെക്കുറിച്ചുള്ള ജാഗ്രത അവരെ ശരിയായ തീരുമാനത്തിൽ എത്തിക്കട്ടെ. ഒരു കാര്യം അവർ മറന്നു പോകരുത്: ആൺപെൺ സൗഹൃദങ്ങൾ സർവദാ സുരക്ഷിതമല്ല. ചതിയും കെണിയും എവിടെ നിന്നും വരാം. പാകമാകാത്ത മനസ്സിന്റെ പ്രണയബന്ധം പിന്നീട് മുറിഞ്ഞാൽ അത് പ്രണയവഞ്ചനയായി മാത്രമേ കണക്കാക്കപ്പെടൂ. അത് മാരകമായ പ്രണയപ്പകയ്ക്ക് കാരണമാകാം. പ്രണയാതുരത ബാധിച്ചവരെ പരിഹസിക്കാനോ പ്രകോപിപ്പിക്കാനോ ശ്രമിക്കരുത്. ദൈവത്തെ ആശ്രയിച്ച് ഒഴിഞ്ഞു മാറുക. ആവശ്യമെങ്കിൽ തുടക്കത്തിൽ തന്നെ മുതിർന്നവരുടെ സഹായം തേടുക. പ്രണയഭ്രാന്തും പ്രണയക്കെണിയും എത്രയും മാരകമാണെന്ന ബോധ്യം സദാ പെൺകുട്ടികൾക്കുണ്ടാകട്ടെ.